നമ്മുടെ വീട്ടിലെ അഗസ്തിപ്പൂ കണ്ടോ? ഇത്രയും പൂക്കൾ കിട്ടാൻ ഞാൻ ചെയ്ത 3 കാര്യങ്ങൾ നോക്കാം. ആ രഹസ്യം അറിയുവാൻ വീഡിയോ മുഴുവനായും കാണുക. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അഗസ്ത്യച്ചീരയുടെ പരിചരണവും വളവും വിളവെടുപ്പുമെല്ലാമാണ്. അഗസ്ത്യച്ചീരയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പൂക്കൾ പറിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ അഗസ്ത്യച്ചീരയിൽ ഇത്രയും കായ്കൾ. ഒന്നാമത്തേത് സൂര്യപ്രകാശവും സ്ഥാനവുമാണ്. അഗസ്ത്യച്ചീരയ്ക്ക് വെയിൽ അത്യാവശ്യമാണ്. ഇതിന് 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും വെയിൽ കിട്ടണം. വെയിൽ കൂടുതൽ കിട്ടിയില്ലെങ്കിൽ ഇലകൾ കൂടുകയും പൂക്കൾ കുറയുകയും ചെയ്യുന്നു. നല്ല വെയിൽ ലഭിക്കുകയാണെങ്കിൽ ചെടികൾ വേഗം വളരുകയും പൂക്കൾ ധാരാളം കിട്ടുകയും ചെയ്യുന്നു. എൻ്റെ ഈ ചെടി ഞാൻ തറയിലാണ് നട്ടിരിക്കുന്നത്. എനിക്ക് ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നന്നായി പറിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് മണ്ണും വളവുമാണ്. ഈ ചെടി നമുക്ക് ഗ്രോ ബാഗിലും വളർത്താം. ഗ്രോ ബാഗിൽ വളർത്തുകയാണെങ്കിൽ മണ്ണും മണലും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് അതിൽ തൈ നടുക. ഇതിൻ്റെ ചുവട്ടിൽ മാസത്തിൽ ഒരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതല്ലെങ്കിൽ മുട്ടത്തോടോ എല്ലുപൊടിയോ മാസത്തിൽ ഒരിക്കൽ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. ഇതുകൂടാതെ പഴത്തിൻ്റെ തൊലി ഉണക്കിയതോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇട്ട് 2-3 ദിവസം കഴിഞ്ഞ് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ തൊലി തിളപ്പിച്ച് ആ വെള്ളം തണുത്ത ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ലഭിക്കുന്നതിന് സഹായിക്കും. പഴത്തൊലി കൊടുക്കുന്നവർ 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കുക. ഇനി മൂന്നാമത്തേത് വെള്ളവും കീടനിയന്ത്രണവുമാണ്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ മാത്രം ഡെയിലി വെള്ളം കൊടുത്താൽ മതി. വലിയ പ്ലാന്റ് ആണെങ്കിൽ ഡെയിലി നമുക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് മാത്രം ഇടയ്ക്കൊക്കെ വെള്ളം കൊടുത്താൽ മതി. ഇതിൻ്റെ ഇലയും പൂക്കളും തോരൻ വയ്ക്കാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പൂക്കൾ മാത്രവും തോരൻ വയ്ക്കാറുണ്ട്. മുരിങ്ങയുടെ ഇലയും അഗസ്ത്യച്ചീരയുടെ ഇലയും ഒക്കെ മിക്സ് ചെയ്തും വയ്ക്കാറുണ്ട്. ഇതിൻ്റെ കായും തോരൻ വയ്ക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇതുവരേക്കും ഇതിൻ്റെ തോരൻ വെച്ച് കഴിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. വായിൽ പൊള്ളൽ വരുന്നവർക്ക് ഇതിൻ്റെ പൂവ് എണ്ണ കാച്ചി ഇടുകയാണെങ്കിൽ വേഗം സുഖപ്പെടും. സൂര്യപ്രകാശവും വളവും മണ്ണും വെള്ളവും കീടനിയന്ത്രണവും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഗസ്ത്യ വേഗം വളരുകയും ധാരാളം പൂക്കൾ ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കും ഇതുപോലെ നിറയെ പൂക്കളുള്ള അഗസ്ത്യ വളർത്താൻ സാധിക്കും. സബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. താങ്ക് യു.